ലൈംഗികാരോപണ കേസിൽ എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റി. ഈ മാസം 28-നാണ് വിധി പറയുക. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. രാഹുലിനെതിരായ ശബ്ദരേഖ പ്രതിഭാഗം ഹാജരാക്കിയെങ്കിലും അതിന്റെ ശാസ്ത്രീയ പരിശോധന വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, 28-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമാണ്. എന്തൊക്കെ നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടലിന്റെ ആ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റിയത് കോടതി? അശ്വതി, ഈ മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരുകയാണ്. നിലവിൽ എന്തായാലും ഈ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. കേസിൽ കഴിഞ്ഞ ദിവസം വിശദമായിട്ടുള്ള വാദം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് ആദ്യ കേസായി തന്നെ ഈ ഹർജി കോടതി പരിഗണിച്ചു. തുടർന്നാണ് ഈ പ്രതിഭാഗം ഒരു ശബ്ദരേഖ കോടതിയിൽ ഹാജരാക്കിയത്. പരാതിക്കാരിക്കെതിരായിട്ട് രാഹുലിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദ സന്ദേശമാണ് കോടതിയിൽ സമർപ്പിച്ചത് പ്രതിഭാഗം. തുടർന്ന് പ്രോസിക്യൂഷൻ അതിൽ ഇടപെട്ടുകൊണ്ട് ഈ ശബ്ദരേഖയുടെ ശാസ്ത്രീയ പരിശോധന വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. ഇതോടെയാണ് ഹർജി പരിഗണിക്കുന്നത് വീണ്ടും വിധി പറയുവാനായിട്ട് കോടതി മാറ്റിയിരിക്കുന്നത്. ഈ മാസം 28-ാം തീയതിയിലേക്കാണ് എന്തായാലും വിധി പ്രസ്താവം ഉണ്ടാകുമെന്നുള്ള കാര്യം ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നുവെന്നും പരാതിക്കാരി ഈ പരാതി നൽകുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കമാണ് രാഹുലിനെതിരായിട്ടുള്ള പരാതികൾ എന്നുമായിരുന്നു. മാത്രമല്ല, സംഭവം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷമാണ് പരാതി ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ആസൂത്രിതമായി കെട്ടിച്ചമച്ച പരാതിയാണ് എന്നുള്ള വാദങ്ങളായിരുന്നു പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം ജില്ലാ സെഷൻസ് കോടതിയിൽ പ്രതിഭാഗം നടത്തിയിരുന്നത്. പക്ഷേ അതേസമയം തന്നെ പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് തന്നെ അവരുടെ വാദങ്ങൾ പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതുമാത്രമല്ല, സമാന സ്വഭാവമുള്ള രാഹുലിൻ്റെ മറ്റു പരാതികളുമൊക്കെ അന്വേഷണ സംഘം ആ കേസുകളിലെ വിവരങ്ങൾ കൂടി പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് തെളിവുകൾ നിരത്തുവാനായിട്ട് അന്വേഷണ സംഘത്തിനും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിക്കുന്ന ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പ്രോസിക്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല, രാഹുലിനെതിരായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളും ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും അടക്കം അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും കോടതിയിൽ കൃത്യമായിട്ട് ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തിരുവല്ല 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് രാഹുലിൻ്റെ ജാമ്യത്തെ നിഷേധിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, രാഹുലിൻ്റെ അഭിഭാഷകർ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ള എല്ലാ വാദങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമായിരുന്നു തിരുവല്ല കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും അതിനുശേഷം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുൽ ജാമ്യ ഹർജി പരിഗണിച്ചത്. തുടർന്ന് ബുധനാഴ്ച വിശദമായിട്ടുള്ള വാദം പൂർത്തിയായി. അതിനുശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവം ഇന്നുണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അത് 28-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ നിലവിൽ മാവേലിക്കര സബ് ജയിലിൽ തുടരുകയാണ്.